പാക്കിങ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ്. ട്രെയിനാണ് ഏറ്റവും ഇഷ്ടം. എല്ലാരും ബസ്സിൽ പോകുന്ന സമ്മതിച്ചില്ല. ഹലോ, അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇതൊരു ട്രിപ്പ് പോയ വിശേഷങ്ങളാണ് കേട്ടോ. സുലു, ജാസ്മി കുട്ടി, ഞാന്, കുഞ്ചുസ്, പിന്നെ എന്റെ മോള്. അങ്ങനെ ഞങ്ങള് 5 ആള് കൂടി അടിച്ചു പൊളിച്ച കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു. ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ ഇതില് കുഞ്ചുസ് എന്റെ ഇക്കാന്റെ സിസ്റ്റർ ആണ് കേട്ടോ. അതായത് എന്റെ 2 സിസ്റ്റേഴ്സ്, ഒരു സിസ്റ്ററിന്റെ മോള് ആൻഡ് എന്റെ ഇക്കാന്റെ സിസ്റ്റർ. ഇത് എന്ത് കോമ്പിനേഷൻ ആണെന്ന് അറിയില്ല, പക്ഷെ പണ്ട് മുതൽ അവൾ ഞങ്ങളെ കൂട്ടത്തിലെ ഒരാളെ പോലെയാണ്. ഞങ്ങളെ കമ്പനി ഭയങ്കര അടിപൊളിയാണ്. ഇതിൽ അനുമോളൊരു കുറവുണ്ട് കേട്ടോ. അവൾക്ക് ഈ ട്രിപ്പിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി നിങ്ങൾ അവരില്ല ഇവരില്ല അവരെ കൂട്ടിക്കൂടെ അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. ആ സമയത്ത് ആരൊക്കെയാണോ ഓക്കെ ആയിട്ടുണ്ടാവുക അവരെ കൂട്ടി അങ്ങ് ട്രിപ്പ് പോവുക, അതേ നടക്കുള്ളൂ. എല്ലാം കൂടി നോക്കി നിന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് ഓണായത്. അങ്ങനെ എല്ലാം പഴയ പോലെ എല്ലാവരും പഠിക്കും. നവേ ചാവക്കടത്തോ അടുത്ത സ്റ്റെപ്പ് കൊടുക്കട്ടെ. എക്സാം കഴിഞ്ഞില്ലേ? ഓക്കെ റെഡി. ഇനി 5-ാം തീയതി ഉള്ളൂ, പക്ഷെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും 5-ാം തീയതി കഴിയും. യെസ്, ഇനി കണ്ണടച്ച് തുറക്കുമ്പോൾ 5-ാം തീയതി കഴിയും കേട്ടോ സുട്ടാ. എന്നിട്ട് നീ അത് കസേര ഇട്ടിട്ട് എടുക്കണതായിരിക്കും അടുത്ത സീൻ. നീ ക്യാമറ നടക്കുമോ? അങ്ങനെ സ്കൂളൊക്കെ പൂട്ടി ഞങ്ങൾ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അതായത് ഞങ്ങൾ 5 പേരും കൂടി ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞു വന്നപ്പോൾ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു മാത്രം. കുട്ടികളായിട്ട് വേറെ ട്രിപ്പ് പോയിട്ടോ. ആ വീഡിയോസ് ഒക്കെ വഴിയേ വരും. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ചൂസിന്റെ ചാവക്കാട് കണ്ടു കല്യാണം കഴിച്ചിട്ടുള്ള. അപ്പോൾ അവള് തലേ ദിവസം തന്നെ നമ്മൾ പട്ടാമ്പി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ പട്ടാമ്പി ടൗണിൽ. ജാസ്മി കുട്ടി, സുലു എല്ലാവരും തലേ ദിവസം വന്നു. പിന്നെ December 23 അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടി ആയിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ട് അയച്ച കേക്കാണ് കേട്ടോ ഗൈസ്. വയസ്സ് പറയാൻ പാടില്ലെന്നാണ് പറയാറ്, പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇതെന്റെ 36 ഇന്നെ പറയാൻ പാടില്ല, നാളെ പറയാൻ പാടില്ല. നാളെ വരുള്ളൂ. ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ അടിപൊളിയാക്കണമെന്നൊന്നും പ്രാവശ്യം പ്ലാനേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഒരു കേക്ക് എപ്പോഴും കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം ഇക്ക സർപ്രൈസ് ആയിട്ട് കേക്കും ചോക്ലേറ്റ്സും ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും വന്ന സ്ഥിതിക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ കുഞ്ചൂസാണ് ബാക്കിൽ ഇരിക്കുന്നത്. ഡോളപ്പൊ ഫ്രഷ് ആയിട്ടില്ല. അപ്പൊ ഞാൻ എന്നോട് ക്യാമറയിൽ വന്നിട്ട് വരാത്ത. ഇനി നമുക്ക് എന്തൊക്കെ പണി ഉണ്ട് പാക്ക് ചെയ്ത് വന്ന്. അതായത് പാക്കിങ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ്. നല്ല രസമുണ്ട്. ഇല്ല ഭംഗിയില്ല. എന്റെ കയ്യിലില്ല, ബ്ലാക്കും ആണ്, അത്യാവശ്യം നല്ല ഭംഗിയില്ല. എന്റെ സെലക്ഷൻ പക്ഷെ പൈസ അല്ല. കുഞ്ചൂസിന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ ജാസ്മിനോട് എനിക്കൊരു ഡയറി മിൽക്കും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. ഇല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല. കേസ് അങ്ങനെ ഞങ്ങളുടെ ചെറിയ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. ഇതെന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താൽ ഇതിൽ കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മാറ്റിയത് അവിടെ അങ്ങനെ എടുത്താലോ എങ്ങനെയാണ്. ഇതൊക്കെ കുനാപ്പ, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. അത് മറ്റേ ഗൈസ് ആകെ 2 ദിവസത്തേക്ക് പോണെന്നുണ്ട്. പക്ഷെ പുള്ളി ഏതാ എടുക്കേണ്ടതെന്ന് അറിയാതെ ഇവിടെ. അങ്ങനെ ഒരുവിധം എല്ലാവരും ഡ്രസ്സ് അങ്ങോട്ടും കൂടെ ഒക്കെ ഷെയർ ചെയ്തു. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇനി രാവിലെ നമുക്ക് 8:15 കേട്ടോ ട്രെയിനുള്ളത്. അപ്പോൾ വാപ്പതാ മൗലത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങി. ഇനി ബാക്കി രാവിലെ കാണാം.
ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ, അതായത് കുട്ടികളെ കൂടി കൊണ്ടുപോയിരുന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ല അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മൾ അവരുമായിട്ടും ട്രിപ്പൊക്കെ പോകാറുണ്ടല്ലോ. പിന്നെ ഇവിടെ ആസൂട്ടനും സയാനും ഉണ്ട്, ആൻഡ് മാഷും ഷാനൂട്ടനും നിജിത്താൻ്റെ വീട്ടിലാണ്. അങ്ങനെ അവരവിടെ കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പോകാറായി. കുട്ടികളുണ്ടാകുമ്പോൾ അതൊരു രസം, കുട്ടികളൊന്നും ഇല്ലാതെ നമ്മൾ പോകുമ്പോൾ അത് വേറെ രസം. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഒരുങ്ങും പുറപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ആകെ ഒരു തിരക്ക്. അയ്യോ അപ്പത്തിന് വണ്ടിയിൽ കൊള്ളായി. നടക്കാന് അധികം വയ്യാത്തവരൊക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളിത് സ്റ്റേഷനിൽ എത്തിയിട്ടോ, കിട്ടി. കണ്ണൂരാ അങ്ങോട്ടാ. ഇവളായിട്ട് ഞങ്ങൾ കാറ്ററിംഗ്. നീ ഇവിടെ എല്ലാം നോക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചി പോയി വരുന്നതാണ്. അത് ഞങ്ങൾ നീ വേണം നോക്കാം. സ്റ്റെപ്പ് കയറാണ്ടെങ്കിൽ ഞാൻ കയറും, ടിക്കറ്റ് നേരം വഴിക്കാൻ ഞാൻ എടുക്കണം, അങ്ങനത്തെ എല്ലാം നീ ചെയ്യണം. അതിനാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ സുലോക്ക് പിന്നെ ട്രെയിന്, അവൾക്ക് ട്രെയിനാണ് ഏറ്റവും ഇഷ്ടം. എല്ലാരും ബസ്സിൽ പോകുന്ന ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ ട്രെയിനിൽ തന്നെ പോകണം. എല്ലാരും നിർത്തിയിട്ട് നമുക്ക് യാത്ര ചെയ്യും. പക്ഷെ നിന്നാലും ഒക്കെ നമ്മൾ ട്രെയിനിലോളം കംഫർട്ടബിൾ ആയ ഒരു യാത്രാ സൗകര്യം വേറെ അല്ല എന്നുള്ളതാണ് എന്റെ കണ്ടുപിടുത്തം. അപ്പൊ നമ്മളെല്ലാരും കൂടി ട്രെയിനിൽ കൊച്ചിയൊക്കെ പോകുന്നത് ഞങ്ങൾ അവര് കൊണ്ടുവന്നു. ഞങ്ങളൊന്നുമില്ല കൊച്ചിക്കല്ലേ, ചെറിയ ഷൂസ്, കഴുകിയ ഷൂസ്, കഴുകാത്ത ഷൂസ്, കഴുകിയ ഷൂസ്, ഇത് കഴുകാത്തത്, ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ച ഷൂസ്. അതെന്താണ്? ഒരുപാട് അലഞ്ഞു നമുക്ക് ആ വന്ദേ ഭാരതിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. കാര്യം ഇടിച്ച് കയറിക്കോന്ന്. അങ്ങനെ താ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിരുന്നു. ഇരുന്നില്ല കേട്ടോ, ആദ്യം ഒരുപാട് നേരം, എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ ശങ്കമാലി വരെയൊക്കെ നമ്മൾ നിൽക്കുന്നതായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ നല്ല ഫ്രഷ്നെസ്സിൽ അങ്ങനെ നിന്നപ്പം പ്രത്യേകിച്ച് ടയർഡൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ ഏകദേശം എത്താൻ നേരത്താണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ അതാ ഞങ്ങൾ ചോക്ലേറ്റ്സൊക്കെ കുറച്ച് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങളിത് അന്താക്ഷരി കളിച്ചു. നല്ല രസമായിരുന്നു ആ ടൈമൊക്കെ കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ആ ഒരു ഫീല്. ഏകദേശം ഞങ്ങളിവിടെ സ്ഥലത്തെത്താറായപ്പോഴാണ് എല്ലാവർക്കും പ്രോപ്പറായിട്ട് സീറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് അവർക്ക് 2 പേർക്കും ഇത് അപ്പുറത്ത് അവിടെ കാണിച്ചത്. ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്താറായി. ലഗേജസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ നീളമുള്ള ലണ്ടനിലെ ഗേൾസൊക്കെ ലേഡീസ് ആയിരുന്നു, പക്ഷേ സ്റ്റിൽ ഗേൾസ് എല്ലാവരും എൻ്റെ പുറകെ പോകുന്നു. ഒരു കാലം കൂടി ഉണ്ടല്ലോ ഗായ്സ്. അപ്പം ഞങ്ങൾ ഊബറൊക്കെ വിളിച്ചതാണ്. ഇന്ന് നമ്മൾ ഇതിന് മുമ്പ് ഒരു ഊബർ ആപ്പൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ടോ, നമുക്ക് വണ്ടി നമ്മളെ കാർ ഇതാ വന്നോണ്ടിരിക്കണേ. ചേട്ടാ കൈ കാണിച്ചെടുക്ക്. അല്ല ഇത് ഓട്ടോയുടെ സ്പേസ് ഉള്ളല്ലേ. ഊബറിൽ ഞങ്ങൾ 5 ആളെ കയറ്റാൻ. അപ്പോൾ അത് അവർക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത് ഞങ്ങള് ഊബറിൽ കയറ്റിയപ്പോൾ 5 പേരെ ഊബറിൽ കയറ്റിട്ട് 4 പേരെ വെച്ചു. അതിനൊക്കെയാണ് ഞങ്ങളുടെ ഓട്ടോ ചേട്ടന്മാർ നമ്മളെങ്ങനെ വേണമെങ്കിലും. ഇതാണ് പാവങ്ങൾ വണ്ടി തന്നെ ഇപ്പോൾ അർത്ഥവത്തായി. അപ്പൊ ഞങ്ങളുടെ സ്റ്റേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിങ്ങനെ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ
ഞങ്ങൾ സ്റ്റേൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കായലൊക്കെ ഉണ്ട്. അതിനിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. രസമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു തണലൊക്കെ. നമ്മുടെ നാട്ടിലേക്കാളും വെയിലുണ്ട് ഇവിടെ ആക്ച്വലി. അത് കേഡൻസ് അവിടെ, ഞങ്ങൾ 3 ഓർഫൻസ് ഇവിടെ. ഓ നൈസ്. എവിടെയും പോണ്ടെന്നു കടന്നിറങ്ങിയാലോ. ആ പുറത്ത് കളർ റെഡിയായി വിത്ത് സോക്സും ആയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ടോ. ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവരും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിലൊന്ന് റെഡി ആയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുള്ള് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണ് കേട്ടോ. ആ ഒരു പാൻറ്റും ടീഷർട്ടും ഒക്കെ. ആരെ പാക്കറ്റ് ഞങ്ങളിതാ എന്താ സ്ഥലത്തിൻ്റെ ഒരു മറൈൻ ഡ്രൈവ്, കൊച്ചിൻ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ആട്ടോ. ഇവിടെ നല്ലൊരു ഹോട്ടൽസ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ഞങ്ങൾ നിയർ ബൈ പെട്ടെന്ന് കണ്ടൊരു ഹോട്ടലിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അപ്പോൾ ഇതിന് സമയം ഒരുപാട് വൈകി. അപ്പോൾ ജാസ്മിൻകുട്ടിക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ അപ്പോൾ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടുത്തത് ഞങ്ങളിത് അവിടെ ജസ്റ്റ് ബോട്ടിങ്. കമോൺ ഗേൾസ് ഗെറ്റ് ഇൻ. ആരും കയറില്ല, ഞാൻ തന്നെ കയറാം. മേലേക്ക് ഉള്ളിക്കൂടെ മേലേക്ക് പോവാ. വണ്ടി എടുക്കൂട്ടാ മോളെ നീ കയറുമ്പോഴാണ്. ബോട്ടിലും നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഫുഡ് കഴിച്ച് കയറിയതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ നമുക്കിങ്ങനെ ഗൈഡ് പറഞ്ഞു തരുമല്ലോ ഓരോ സ്ഥലം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അതൊക്കെ പറയുമ്പോൾ ഇതാ 2 എണ്ണം നോക്ക് നല്ല ഉറക്കം. എനിക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ കുട്ടികൾ ഉറങ്ങൂലേ, അതുപോലെ തോന്നി ഈ ഒരു സീൻ കണ്ടപ്പോൾ. മൂപ്പര് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഡോൾഫിൻ ഉണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല, ഞാൻ തീരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും മൂപ്പർക്കും ഭാഗ്യമുണ്ട്, ഞങ്ങൾക്കും ഭാഗ്യമുണ്ട്. ഡോൾഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ കാണാട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മറൈൻ ഡ്രൈവ് കൂടെ ഒക്കെ ചുറ്റി കഫേയിലൊക്കെ പോയി. ഫുള്ളൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് കൊച്ചിയിൽ നല്ല ഭയങ്കര തിരക്കാണ്. ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഗ്യാപ്പിലൊക്കെ പോകുന്നവർക്കൊക്കെ അറിയാം ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടപ്പള്ളി ഈ ചർച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ചർച്ചാണെന്നൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഡെക്കറേഷനൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും ഊബറൊക്കെ വിളിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. റൂമിൽ വന്നിട്ടാണ് KFC ഒക്കെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചു, ഒറ്റ ഉറക്കം. പിന്നെ രാവിലെ എണീറ്റത്. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്നതിൽ വേറൊരു മെയിൻ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഈ സംസാരിക്കുന്ന ടൈം ഭയങ്കര രസമാണ്. ലൈക്ക് നമ്മളെ വീട്ടിലും നമ്മൾ സംസാരിക്കും അങ്ങനെയല്ല, പക്ഷേ ഈ പുറത്തൊക്കെ പോയി വേറൊരു സ്ഥലത്തൊക്കെ പോയി വേറൊരു മൂഡിലേക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിങ്ങനെ റീകളക്ട് ചെയ്യായിരുന്നു ഞങ്ങൾ ആ സമയം അവിടെ സ്പെൻഡ് ചെയ്തതൊക്കെ. സത്യം പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഞങ്ങൾ ഓൾമോസ്റ്റ് റൂമിൽ തന്നെയായിരുന്നു. അതായത് ഇവിടെ തന്നെ നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ കഴിച്ചു, പിന്നെ ഞങ്ങൾ ലഞ്ചും ഇവിടെ തന്നെ കഴിച്ച് ഈവനിങ് ആണ് പിന്നെ പുറത്ത് പോയത്. ആ ഒരു ഇരുത്തവും സംസാരവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരു ആംബിയൻസ്, ആ ഒരു മൂഡ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഈവനിങ് ആണ് ഇന്ന് പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗൈസ് ഞങ്ങൾ വർത്താനം പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ആകെ കൂടിങ് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഈവനിങ് ആണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ ഞങ്ങൾ ബിരിയാണി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്ത് ഐ തിങ്ക് വിളമ്പിയിട്ടുണ്ടാവില്ല. പക്ഷേ വരും കുട്ടികളാ. പഴുത്ത പുളി സാധനം ഇങ്ങനെ വരും. ഒരു കുഞ്ഞു പീസ് കടിക്ക്
പ്രായമായതിൻ്റെ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു പുളി. മുടിനാര് വഴ ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനത്തെ പുളിയാ അപ്പോൾ ഈ പുളിങ്ങ കഴിക്കാറില്ലല്ലോ. വടി ഇവിടെ തന്നെ ചാരി വെച്ചിട്ടുണ്ട്. രാത്രി വേണമെങ്കിൽ ഒന്നുകൂടി ഒഴിച്ചിടാം. ഇതിലെന്താ നീല കളറ്? ഹലോ. അപ്പോഴേ ഇതാ ഞങ്ങൾ ഇന്ന് ഉച്ചക്കും ആരാ ബാക്കിൽ. അപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. എന്താണ് കണ്ണട വെച്ചിട്ട് എനിക്കൊന്നും കാണുന്നില്ലല്ലോ. ബാക്കിൽ സീറ്റ് ഞങ്ങൾ വീണ്ടും വന്ന് കൊച്ചിയിലാണ്. പക്ഷെ ഞങ്ങൾ വെറുതെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങാൻ പോകുന്നത്. കണ്ട് മറ്റുകൾ ജാസ്യമാനെ കളിക്കാൻ ജാസ്മിറ്റാണ് കാണുന്നത്. ഞങ്ങൾ നമ്മൾ പറയല്ലേ കുട്ടികൾ ഞാൻ ആഗ്രഹം പറഞ്ഞാൽ അപ്പം സാധിച്ചു കൊടുത്തു. അതുപോലെ ഞങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി പോകണം. കാണണം തന്നെ 2 മണിക്കൂറിന് പോലെ ആ ഒരു കണ്ടന്റ് ഉണ്ടാവും. 14 ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ഊരി കൊടുക്കണം. പിന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഓർഡർ ചെയ്യാൻ നിങ്ങളെന്താ വേണ്ടത്? കടലിന്റെ ഭയങ്കര നടുവൊക്കെ പോയാൽ ആക്ച്വലി മുല്ലപ്പുഴ അങ്ങനെയല്ല. ഞങ്ങളിവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ മുന്നൊക്കെ വരുമ്പോൾ ഈ സ്ട്രീറ്റൊക്കെ ഇത്ര തിരക്കുണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും റീൽസൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഫുൾ ക്രൗഡല്ലേ. വെച്ചിട്ടല്ല ജപാ എന്ന് പറഞ്ഞ് നടക്കാം. ഞങ്ങളെ ജപജപമാരെ കാണാനില്ല കേട്ടാ. ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ കുറിച്ച് നടക്കുവാണ്. നല്ല രസമല്ലേ കാറ്റ്? അടിപൊളി, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ആ സമയത്തുള്ള ഈ ബീച്ച് സൈഡിലത്തെ ഒരു ഇരുത്തം, ഈ കടലൊക്കെ കുറിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു പാമ്പിനെ കണ്ടു എന്ന് ആരോ പറഞ്ഞു. ജാസ്മിത്തൊക്കെ ചാടി എണീറ്റു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് എത്തിയത് വേറൊരു സ്ഥലത്താണ്. അതിവിടെ കഹാനി എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ കുറേ ടൈം എടുത്തു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. രസമുണ്ടായിരുന്നു മ്യൂസിക് പ്രോഗ്രാമൊക്കെ. പക്ഷേ ഒരുപാടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടൈം കഴിയാറായി. ഇതൊക്കെ മുട്ട എന്നിട്ടുള്ള സപ്പോർട്ടെന്താ പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഇൻസ്റ്റഗ്രാമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ട്രീ ഫുള്ള് ലൈറ്റ് ഇട്ടെ അതിലൊന്നും ഞങ്ങൾക്ക് കാണേണ്ടിയിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയി. വണ്ടിയിൽ പോയപ്പോൾ പിന്നെ ബ്ലോക്കായി. പിന്നെ വണ്ടിയൊന്നും മൂവ് ചെയ്യണേ ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. 1 കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നടക്കുമ്പോഴൊന്നും ഇനി അങ്ങോട്ട് എത്തൂല എന്നുള്ള പോലെ അത്ര തിരക്കായിരുന്നു കേട്ടോ. ഈ വീഡിയോസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലമായിരുന്നു മെയിൻ ഹൈലൈറ്റ് അന്നത്തെ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അവിടെ എത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വന്ന് നിൽക്കണമായിരുന്നു. അങ്ങനെ അത് മിസ്സായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോസിലൂടെയാണ് അത് കണ്ടത്. ഇതായിരുന്നു അവിടെ നിന്ന്. കാരണം ആ ഒരു സ്ഥലത്തു നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ട് വരികയായിരുന്നു തിരക്ക് കാരണേ. അപ്പോൾ ഞങ്ങളും പിന്നെ ഓക്കെ ഇനി അങ്ങോട്ട് പോയാൽ ശരിയല്ലെന്ന് വിചാരിച്ച് തിരിച്ചിങ്ങോട്ട് നടന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു നടത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ലൈറ്റ്സും സ്റ്റാറും ആ ഒരു ക്ലൈമറ്റും ഒക്കെ ഭയങ്കര രസമായിരുന്നു. എത്രയോ കിലോമീറ്ററുകൾ നടന്നു. ഒരു ക്ഷീണവും തോന്നിയില്ല. പിന്നെ അന്ന് നൈറ്റ് ഊബറൊക്കെ വിളിച്ച് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നൈറ്റ്. കാരണം ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് 6 മണിക്കാണ് ഞങ്ങൾ ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം 5 മണിക്കാണ് ഞങ്ങൾക്ക് പോകണം ഊബറൊക്കെ വിളിച്ചിട്ട്. സോ എല്ലാവരും കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങി എണീക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. സോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒക്കെ പാക്ക് ചെയ്ത് ഫ്രഷ് ആയിതാ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് കൊച്ചിയിലൊന്നും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. വിചാരിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല രസമായിരുന്നു ആ ഒരു യാത്ര. ഇപ്പോഴും ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. ഗേൾസ്
അങ്ങനെ ഞങ്ങളിത് സുബൈ കഞ്ചേക്കാലിന് പോവാണ് ഗൈസ്. ടാറ്റ പറയും എല്ലാവരോടും. നമ്മൾ നല്ല സ്ഥലമായിരുന്നു. ഇനി കൊച്ചിയിൽ ഒരു സ്റ്റേ ചെയ്യാൻ നമുക്ക് ഇവിടെ വന്നാൽ മതി. കാരണം നല്ല ഫുഡും സർവീസും എല്ലാം അടിപൊളിയാണ്. എവിടെ കാറ് കാണാനിട്ടുന്നു. ഓക്കെ ടാറ്റാ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ കയറിയതേ ഓർമ്മയുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി. പിന്നെ നാട്ടിൽ നമ്മുടെ സ്വന്തം പട്ടാമ്പിയിലെത്തിയപ്പോഴാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ 26 ആയി. അപ്പോൾ ഇന്ന് തന്നെ മങ്കടയ്ക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. സ്കൂൾ കൂട്ടി കുറച്ച് ദിവസമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. സോ വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ തിരിച്ച് വീണ്ടും മങ്കടയ്ക്ക് പോകാൻ. ആൻഡ് പിന്നെ ബാക്കി അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ മോശകസ്ത്രീ ഉണ്ട്. മോശകസ്ത്രീ എല്ലാവരും പഴയ അങ്ങനെ എല്ലാം പഴയ പോലെ എല്ലാവരും പഴയ നവേ ചാവക്കടത്ത് പോയിക്കോ. അടുത്ത സ്റ്റെപ്പ് കൊടുക്കട്ടെ. ഞാൻ പണിയൊക്കെ എടുത്ത് വീണ്ടും പഴയ പോലെ തന്നെ ഗായ്സ്. അതിൻ്റെ ഇടയിൽ നല്ല രസമുള്ള 2 ദിവസമായിരുന്നു. ഇനി അടുത്ത അതെ പിള്ളേരൊന്നും ഇവിടെ ഇല്ല കേട്ടാ. അറിയില്ലടി, ആ കൊച്ചി അങ്ങോട്ട് പോകുന്നില്ല.